ഇനി ഞങ്ങൾ കാണാൻ പോകുന്നത് മണലാരു എസ്റ്റേറ്റും പോത്തുപാറ എസ്റ്റേറ്റുമാണ്. റൈറ്റ് സൈഡ് നോക്കുകയാണെങ്കിൽ കാണാൻ സാധിക്കും വില്ലേജ്, പഞ്ചായത്ത്, ഫോറസ്റ്റ് ഓഫീസ്, പോലീസ് സ്റ്റേഷൻ ഇതെല്ലാം ഈ ഹൈകാട്ടിയിലാണ്. ഇനി എല്ലാവരും ലഞ്ചൊക്കെ കഴിച്ചിട്ട് ഉറങ്ങണ്ട. നമ്മുടെ നെല്ലിയാമ്പതിയിലെ വളരെ മനോഹരമായ സ്ഥലത്ത് കൂടിയുള്ളൊരു യാത്രയാണ്. അത് കാണിക്കാൻ വേണ്ടി മാത്രമാണ് നമ്മൾ അത്രയും ദൂരം ട്രൈ ചെയ്ത് ഒരു കൊണ്ടുപോകുന്നത്. അപ്പം ആരും ഉറങ്ങാതെ സൈഡ് സീന് കണ്ടിരിക്കൂ. വളരെ മനോഹരമാണ്. ഇറങ്ങി കാണേണ്ട ആവശ്യമില്ല. നമ്മൾക്ക് സൈഡിൽ ഇരുന്നുകൊണ്ട് നോക്കിയാൽ തന്നെ നെല്ലിയാമ്പതിയുടെ ഭംഗി മുഴുവനായി നമുക്ക് ആസ്വദിക്കാൻ കഴിയും. എസ്റ്റേറ്റായ മണലാരു എസ്റ്റേറ്റും പോത്തുപാറ എസ്റ്റേറ്റുമാണ് നമ്മൾ കാണാനായിട്ട് പോകുന്നത്. അവിടെ ഇറങ്ങിയ ശേഷം പോത്തുപാറയിൽ ഇറങ്ങിയ ശേഷം ഒരു 10 മിനിറ്റ് നമുക്ക് ഫോട്ടോ ഒക്കെ എടുത്ത് തേയിലത്തോട്ടത്തിന് വേണ്ടി നിന്ന് ഫോട്ടോ ഒക്കെ എടുത്തിട്ട് തിരിച്ചു വരാം. അറിയില്ല, ചില്ലൊന്നും അറിയുന്നില്ല കേട്ടാ. കാണുന്നില്ല. നെല്ലിയാമ്പതിയുടെ ഭംഗിക്ക് കാരണം ഈ കോടമഞ്ഞാണെന്ന് നിസ്സംശയം പറയാം. ഒരു സിനിമാ ഗാനം പോലെ സ്വർഗത്തിലാണോ ഗന്ധർവ ലോകത്തിലാണോ അതോ സ്വപ്നം കാണുകയാണോ എന്ന് പോലും തോന്നിപ്പോകുന്ന മനം മയക്കുന്ന ദൃശ്യങ്ങൾ. കോടമഞ്ഞിനാൽ മൂടപ്പെട്ട AVTയുടെ ഫാക്ടറി ഔട്ട്ലെറ്റിലേക്കാണ് ഞങ്ങൾ എത്തിയത്. അവിടുന്ന് ചായപ്പൊടിയൊക്കെ വാങ്ങിയ ശേഷം യാത്ര തിരിച്ചു. നമ്മൾ അന്ന് ഇവിടെ നിന്ന് വാങ്ങിച്ചിട്ടുണ്ട് തോന്നുന്നു അല്ലേ? വീടുകളാണ്. ഒരു വീടിനകത്ത് തന്നെ 2-3 ഫാമിലി ഉണ്ടാവും. പാടി എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. നേരത്തെ മലയാളികൾ തന്നെയായിരുന്നു ഇവിടെ കൂടുതലായിട്ടുണ്ടായിരുന്നത്. ഇപ്പൊ പക്ഷെ അന്യസംസ്ഥാന തൊഴിലാളികളാണ് ഇവിടെ അധികം ഉള്ളത്. 7 മണിയുടെ ബസ്സില് ടീച്ചേഴ്സും അവിടെ നിന്നുള്ളവർ തന്നെ ഉണ്ട്. ഇവിടെ നിന്നും വ്യത്യസ്തമായ ഒരു കാഴ്ചയാണ് അങ്ങോട്ടുള്ളത്. കാപ്പിക്കുരു അതിന്റെ ഫാക്ടറി ഉണ്ട്. അവിടെ കാപ്പി കൃഷിയാണ് കൂടുതലായിട്ടും കാരപ്പാറ വരെയുള്ളത്. പോത്തുപാറ എസ്റ്റേറ്റ് ആണ്. നെല്ലിയാമ്പതിയിലെ തന്നെ വളരെ വളരെ മനോഹരമായ ഒരു സ്ഥലമാണ് പോത്തുപാറ. വേറെ പ്രൈവറ്റ് വെഹിക്കിൾസിനൊന്നും ഇവിടെ പ്രവേശനമില്ല. KSRTC മാത്രമാണ് വരിക. KSRTCക്ക് സർവീസും ഉണ്ട്. പോത്തുപാറ എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു LP സ്കൂളുണ്ട്. അവിടെ കുട്ടികളെ കൊണ്ടുപോകാനും ടീച്ചേഴ്സിനെ കൊണ്ടുപോകാനും തിരിച്ച് സർവീസ് ബസ് കൂടെ അവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് പോത്തുപാറ വരെ പോകുന്ന ബസ്സാണ്. വണ്ടിയുടെ ഇരുവശത്തും ചിത്രം വരച്ചതുപോലെ കണ്ണെത്താ ദൂരത്തോളം പരവതാനി വിരിച്ചതുപോലെ കിടക്കുന്ന തേയിലത്തോട്ടങ്ങൾ, അതിന്റെ ഭംഗി പിന്നെയും പല മടങ്ങാകാൻ കാരണമാകുന്ന കോടമഞ്ഞ്. അവളൊക്കെ പോയിട്ടുണ്ടാവും. ഇവിടെ ഇറങ്ങാൻ താല്പര്യമുള്ളവർക്ക് ഇറങ്ങി ഫോട്ടോ എടുക്കാം. മഴയുള്ളത് കൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്.
ആ സമയത്ത് ഞാൻ മറ്റേ തെറിയരുത്. എങ്ങനെയുണ്ടായിരുന്നു ഒട്ടകടിച്ച എക്സ്പീരിയൻസ്? ഇല്ല, ബ്ലഡ് വന്നിട്ടില്ല. അതെന്റെ ദേഹത്ത് അരിക്കുന്ന ഫീൽ വന്നപ്പോഴത്തേനും ഞാൻ പിടിച്ചു. ഞാൻ അങ്ങനെ ആരും വെച്ച് കയറാൻ കഴിക്കില്ല. ഞാൻ പിടിച്ചു.